നിങ്ങൾ വല്ലാതെ സ്പീഡ് പോണ ആൾക്കാർക്ക് ഇതൊന്നും അയച്ചു കൊടുക്കണേ. ആ സമയത്തെങ്ങാനും മറ്റൊരാളെ പോയി തട്ടിക്കഴിഞ്ഞാൽ അത് കൊലപാതകമാണ്. അത് അറിയാതെ സംഭവിക്കണമല്ല. റോട്ടിലൂടെ അമിതമായ വേഗത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ പോണത് കാണാം. അമിതമായ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കൊണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിൽ വാഹനങ്ങൾ പോണത് കാണാം. ഇതിനവർ പലപ്പോഴും പറയാ നമ്മുടെ കൺട്രോളിലാണെന്നൊക്കെ പറയും. ശരിക്കും കൺട്രോൾഡ് ആണോ? അല്ല, ശരിക്കും കൺട്രോളിലൊന്നുമല്ല. മനുഷ്യന് നമ്മളെ തന്നെ നമ്മളുടെ കൺട്രോളിലല്ലല്ലോ. ഞാനിങ്ങനെ പോണ സമയത്ത് ഒന്ന് കൊഴിഞ്ഞു വീണാൽ തീരുന്ന ആള് ഞാൻ പറയാണ് വണ്ടിന്റെ കൺട്രോളിലാണ്. ഈ അമിതമായ വേഗതയിലൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്തും ഇത്ര സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും. അതൊക്കെ മറികടന്നിട്ട് നമ്മളിങ്ങനെ അമിതമായ വേഗതയിൽ പോയിട്ട് വണ്ടി തട്ടിച്ചിട്ട് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പേര് ആത്മഹത്യ എന്നാണ്. കാരണം ഇവിടെയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കതൊക്കെ വളരെ കൂളാണ്. സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, അപകടത്തിലേക്ക് എടുത്തു ചാടുന്ന ആൾക്കാരാണ് അവര്. അത് ആത്മഹത്യപരമാണ്. അങ്ങനെ പോയിട്ട് ആ സമയത്തെങ്ങാനും മറ്റൊരാളെ പോയി തട്ടിക്കഴിഞ്ഞാൽ അത് കൊലപാതകമാണ്. അത് അറിയാതെ സംഭവിക്കണമല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലണതിന് തുല്യമാണത്. വാഹനമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ എൻ്റെ വീട്ടിൽ ഇത്ര ആൾക്കാർ എന്നെ കാത്തിരിക്കുന്നു, അതുപോലെ എൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. നമ്മളുടെ ഒരു അശ്രദ്ധ കാരണം ഞാൻ പറഞ്ഞത് അറിയാതെ തട്ടിപ്പോണതല്ല കേട്ടോ. നമ്മുടെ അമിതമായ വേഗതയും നമ്മളുടെ ഒരു അഹങ്കാരം കൊണ്ട് നമ്മൾ പോയി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൂടെ തട്ടിക്കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ വേദനിക്കാൻ പോവാ. നിങ്ങൾ വല്ലാതെ സ്പീഡ് പോണ ആൾക്കാർക്ക് ഇതൊന്നും അയച്ചു കൊടുക്കണേ. കാരണം അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് തട്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളാണെങ്കിൽ അതൊരു ആത്മഹത്യാപരമാണ്. നിങ്ങൾ അങ്ങനെ പോയിട്ട് മറ്റൊരാളെ തട്ടിച്ചിട്ട് മറ്റൊരാൾ മരണപ്പെടുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് മാറും.